അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഒരുപാട് പുണ്യം കിട്ടുന്ന ഒരു നമസ്കാരമാണല്ലോ, സുന്നത്ത് നമസ്കാരമാണല്ലോ തഹജ്ജുദ്. അതുപോലെ അധിക പേർക്കും എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചിട്ടും എഴുന്നേൽക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു സമയമാണ് തഹജ്ജുദിൻ്റെ സമയം, അതുപോലെ സുബഹിയുടെ സമയം. ഈ ഒരു സുബഹി ഖളാ ആക്കാതെ നിസ്കരിക്കാനും അതുപോലെ തഹജ്ജുദ് നമുക്ക് മുറുകെ പിടിക്കാനും ജീവിതത്തിൽ നിത്യം നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കാനായിട്ട് നമുക്ക് സാധിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സുകൾ പരിചയപ്പെടുത്തി തരാം. തഹജ്ജുദ് നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുകയും ചെയ്യും. അള്ളാഹുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബർ സ്വർഗമാക്കി മാറ്റും. സ്വർഗത്തിൽ കിടക്കാൻ ഈ തഹജ്ജുദ് ഒരു കാരണമായി തീരും. അതുപോലെ തന്നെ ഈ ഒരു തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണമെങ്കിൽ ചിലർ വിചാരിക്കും എനിക്ക് തഹജ്ജുദ് പതിവാക്കണം എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു തഹജ്ജുദിൻ്റെ സമയത്ത് അവർക്ക് എഴുന്നേൽക്കാനും സാധിക്കില്ല. എങ്കിൽ നമുക്ക് തഹജ്ജുദ് നമ്മുടെ ജീവിതത്തിൽ നിത്യം പതിവാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക. അതിനുശേഷം നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഷാവോ വിത്രോ നിങ്ങൾ ഏതാ നിസ്കരിക്കുന്നത് ലാസ്റ്റ് എന്ന് വിചാരിച്ചാൽ അതിനുശേഷം നിങ്ങൾ പടച്ച റബ്ബിനോട് ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് ഒരുപാട് ദുആ ചെയ്യുക. എനിക്ക് തഹജ്ജുദ് പതിവാക്കാൻ ആഗ്രഹമുണ്ട്, അല്ലാഹ് നീ എനിക്ക് സാധിപ്പിച്ചു തരണേ, അതിനുള്ള കഴിവ് തരണേ. നമ്മൾ മനസ്സുകൊണ്ട് അധികമായിട്ട് ആഗ്രഹിക്കുക, എനിക്ക് തഹജ്ജുദ് പതിവാക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ അതിയായിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന വിരിപ്പൊക്കെ ഒന്ന് മുട്ടിപ്പിരിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. അതുപോലെ വുളു ചെയ്തിട്ടും കിടക്കാൻ ശ്രമിക്കുക. കിടക്കുമ്പോൾ ദിക്റുകളൊക്കെ ചൊല്ലി സലാത്തുകളൊക്കെ ചൊല്ലി പടച്ച റബ്ബിനോട് എന്നെ തഹജ്ജുദിനെ എഴുന്നേൽപ്പിക്കണേ, സുബഹി ഖളാ ആക്കാതെ എനിക്ക് നിസ്കരിക്കാൻ പറ്റണേ എന്ന് ദുആ ചെയ്യുക. അതുപോലെ നേരത്തെ ഭക്ഷണം കഴിക്കുക. 7 മണിയുടെയും 8 മണിയുടെയും ഉള്ളിലായിട്ട് ഭക്ഷണം നേരത്തെ കഴിക്കുക. 11 മണിക്ക് മുമ്പായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. 10 മണിക്ക് ശേഷം മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. മൊബൈൽ മാക്സിമം യൂസ് ചെയ്യുന്നത് കുറക്കുക. അതുപോലെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തഹജ്ജുദിൻ്റെ ആ ഒരു സമയത്തേക്ക് 5 മണിക്കാണ് സുബഹി ഭാഗമെങ്കിൽ ഒരു 4 മണി 4:30 4:15 അലാറം സെറ്റ് ചെയ്തിട്ട് കയ്യെത്തും ദൂരത്ത് വെക്കാതെ കുറച്ച് അകലെ ഫോൺ വെക്കുക. കയ്യെത്തും ദൂരത്ത് വെച്ചാൽ ആ ഒരു ഉറക്കിൻ്റെ ആ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾ ഇബ്ലീസ് പറയും, നീ ഈ ഒരു ഫോണിൽ അലാറം ഓഫ് ചെയ്തിട്ട് കിടന്നോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അലാറം നിങ്ങൾ ഓഫ് ചെയ്ത് വീണ്ടും പുതപ്പൊക്കെ പുതച്ച് കിടക്കാനായിട്ട് ചാൻസ് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണ് കുറച്ച് അകലെ വെച്ചാൽ നിങ്ങൾ എണീക്കാനായിട്ട് അതൊരു കാരണമാവും. ഉറങ്ങുമ്പോൾ ആ ഒരു സമയത്ത് അലാറം കേൾക്കുമ്പോൾ എനിക്ക് നിസ്കരിക്കാൻ മടിയാണ് എന്ന് വിചാരിച്ച് ഇന്ന് നിസ്കരിക്കണ്ട നാളെ നിസ്കരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരേ ഒരു കാര്യം ചിന്തിക്കുക, ഉറക്കത്തിനേക്കാൾ നല്ലത് എനിക്ക് നിസ്കാരമാണ്, നിസ്കരിച്ചാൽ അതായി എന്നൊരു മനസ്സ് നിങ്ങൾക്ക് കൊണ്ടുവരിക. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇടത്തോട്ട് തുപ്പിയിട്ട് നിങ്ങൾ ഒരൊറ്റ എഴുന്നേൽക്കൽ, പിന്നെ അതുപോലെ നിങ്ങൾ 3 ദിവസം തുടർച്ചയായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാനായിട്ടും കഴിയും. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടിപ്സുകളൊക്കെ യൂസ്ഫുൾ ആവും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.